2026 ഏപ്രിൽ 28 കേരളം വീണ്ടും ഒരു ഹർത്താലിന് സാക്ഷ്യം വഹിച്ചു. ചിലർക്ക് രാഷ്ട്രീയമായൊരു പ്രതിഷേധമായിരിക്കാം, എന്നാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഇത് അതിജീവനത്തിനായുള്ള മറ്റൊരു പോരാട്ടത്തിന്റെ ദിവസമാണ്. കോവിഡ് മഹാമാരി ഏൽപ്പിച്ച കടുത്ത സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് ഇന്നും കരകയറാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഓരോ ഹർത്താലും കടന്നു വരുന്നത്. കടബാധ്യതകളും തൊഴിലില്ലായ്മയും വേട്ടയാടുന്ന ഇക്കാലത്ത് ഒരു ദിവസത്തെ സ്തംഭനം സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്നതാണ്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഭരണഘടനയുടെ 19(1)(b) ആർട്ടിക്കിൾ പ്രകാരം സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഓരോ പൗരനും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അവകാശം ഒരു ദിവസക്കൂലിക്കാരന്റെ അന്നം മുട്ടിച്ചുകൊണ്ടാകരുത്. തെരുവ് കച്ചവടക്കാർ, ഓട്ടോ തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ ഇവർക്ക് ഹർത്താൽ എന്നാൽ പട്ടിണിയാണ്. ജോലിക്ക് പോകാൻ ഇറങ്ങുന്നവനെ വഴിയിൽ തടയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, മറിച്ച് മനുഷ്യാവകാശ ലംഘനമാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി തേടിയുള്ള ഈ പ്രതിഷേധം മറ്റൊരു പാവപ്പെട്ടവന്റെ കണ്ണുനീരിന് കാരണമാകണം. ഒരു ദിവസത്തെ ഹർത്താൽ മൂലം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 200 മുതൽ 500 കോടി രൂപയുടെ വരെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. (2025) മാത്രം 20-ലധികം ഹർത്താലുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. നിയമപരമായി നോക്കിയാൽ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് കുറ്റകരമാണ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 194(e) പ്രകാരം ആംബുലൻസുകൾക്ക് വഴി നൽകാതിരിക്കുന്നത് 10,000 രൂപ പിഴയോ 6 മാസം തടവോ ലഭിക്കാവുന്ന കുറ്റമാണ്. പൊതുഗതാഗതം തടയുന്നതും നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുന്നതും കോടതി വിധികളുടെ ലംഘനമാണ്. എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളെ വഴിയിൽ തടയുന്നതും അത്യാസന്ന നിലയിലുള്ള രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ബുദ്ധിമുട്ടുന്നതും നാം കണ്ടു. കോട്ടയത്തും തിരുവനന്തപുരത്തും ആംബുലൻസുകൾ വരെ തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിന്റെ പേരിൽ ഒരു ജീവൻ അപകടത്തിലാക്കുന്നത് എത്രത്തോളം ന്യായീകരിക്കാനാകും? 70% ജനങ്ങളും ഹർത്താലിനെ എതിർക്കുന്നുവെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. എന്തിനാണ് നാം ഇപ്പോഴും ഈ പഴയ സമരമുറ പിന്തുടരുന്നത്? പ്രതിഷേധം അനിവാര്യമാണ്, എന്നാൽ അത് ജനദ്രോഹമാകരുത്. പരീക്ഷകളെയും മെഡിക്കൽ എമർജൻസികളെയും ദിവസക്കൂലിക്കാരെയും ബാധിക്കാത്ത തരത്തിലുള്ള പുതിയ പ്രതിഷേധ രീതികൾ നമുക്ക് വളർത്തിയെടുക്കാം. ജനങ്ങളെ തടഞ്ഞുകൊണ്ടല്ല, മറിച്ച് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാകണം നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടങ്ങൾ. നമ്മുടെ വികസനത്തെയും വിശപ്പിനെയും തടയുന്ന ഹർത്താലുകളോട് നമുക്ക് നോ പറയാം.